ഹായ് ഫ്രണ്ട്സ്, എന്താണ് മോണോക്രോം പെയിൻറ്റിംഗ്, അത് ചെയ്യുന്ന രീതിയുമാണ് ഇന്നത്തെ ക്ലാസ്സിൽ. സാധാരണ ചാർട്ട് പേപ്പറിൽ സിമ്പിളായി ഒരു ലാൻഡ്സ്കേപ്പ് സ്കെച്ച് ചെയ്ത് നമുക്ക് ഈ പെയിൻറ്റിംഗ് രീതി മനസ്സിലാക്കാം. എന്താണ് മോണോക്രോം പെയിൻറ്റിംഗ്? ഏതെങ്കിലും ഒരു വർണ്ണം ഉപയോഗിച്ച് ലൈറ്റും ഷെയ്ഡും അടിസ്ഥാനപ്പെടുത്തി പെയിൻറ് ചെയ്യുന്ന രീതിയാണ് മോണോക്രോം പെയിൻറ്റിംഗ്. ടോണുകൾ തമ്മിൽ ലയിപ്പിച്ചും ലയിപ്പിക്കാതെയും ഈ പെയിൻറ്റിംഗ് രീതി ചെയ്യാവുന്നതാണ്. പല നിറത്തിലുള്ള കളറുകൾ ഉപയോഗിച്ച് പെയിൻറ് ചെയ്യുന്നതിന് മുമ്പ് ഈ രീതി ചെയ്യുന്നത് അത്യാവശ്യമാണ്. വെളിച്ചത്തിൻ്റെയും നിഴലിൻ്റെയും ആഴത്തിലുള്ള പഠനത്തിന് ഇത് സഹായിക്കുന്നു. ഇവിടെ ക്യാമലിൻ്റെ പ്രഷ്യൻ ബ്ലൂ വാട്ടർ കളർ ഉപയോഗിച്ചിട്ടാണ് ഈ രീതി ചെയ്യുന്നത്. ലൈറ്റിൽ നിന്ന് ഡാർക്കിലേക്ക് 2-3 ലെയറുകളായി ചെയ്യാം. ഹൈലൈറ്റിന് പേപ്പറിൻ്റെ വൈറ്റ് തന്നെയാണ് ഇട്ടിട്ടുള്ളത്. ലൈറ്റ് ആൻഡ് ഷെയ്ഡിനെ കുറിച്ച് നന്നായി അറിഞ്ഞിരിക്കേണ്ടതുണ്ട്. ഷെയ്ഡിങ്ങിൻ്റെ ക്ലാസ്സുകൾ നമ്മുടെ ചാനലുണ്ട്, കാണുമല്ലോ. നിറങ്ങളെപ്പറ്റിയുള്ള ബേസിക് ക്ലാസ്സുകളും നമ്മുടെ ചാനലിലുണ്ട്. സാപ്പ് ഗ്രീൻ, ബേൺസിന, പ്രഷ്യൻ ബ്ലൂ ഇവയിൽ ഏതെങ്കിലും ഉപയോഗിച്ച് ഈ രീതി ചെയ്യാവുന്നതാണ്. വാട്ടർ കളറിൻ്റെ ഭംഗി എന്നത് സുതാര്യതയാണ്. അതുകൊണ്ട് തന്നെ ആവശ്യത്തിന് വെള്ളം ചേർത്ത് ഉപയോഗിക്കേണ്ടതാണ്. ഇന്ത്യൻ ഹാൻഡ് മെയ്ഡ് പേപ്പറിൽ ഈ രീതി ചെയ്താൽ നല്ല ഭംഗി ലഭിക്കും. മോഡൽ സ്റ്റഡി, ഔട്ട്ഡോർ സ്റ്റഡി, ലൈഫ് സ്റ്റഡി എന്നിവയിൽ ഈ രീതി പരീക്ഷിക്കേണ്ടതുണ്ട്. ഛായാചിത്രങ്ങൾ ഈ രീതിയിൽ ബ്ലാക്ക് കളർ ഉപയോഗിച്ച് ചെയ്താൽ ബ്ലാക്ക് ആൻഡ് വൈറ്റ് ഫോട്ടോഗ്രാഫ് പോലെ തോന്നിക്കും. ചിത്രകലയുമായി ബന്ധപ്പെട്ട മറ്റനേകം ക്ലാസ്സുകൾ നമ്മുടെ ചാനലിലുണ്ട്, കാണുമല്ലോ. ക്ലാസ്സുകൾ ഇഷ്ടപ്പെട്ടാൽ ഒരു കമൻറ്റ് ചെയ്യാൻ മറക്കരുത്. വാട്ടർ കളറിനെ പറ്റിയുള്ള ക്ലാസ്സുകൾ ഇനിയും നിങ്ങളുടെ അടുത്തെത്തും. ഈ രീതി നന്നായി പ്രാക്ടീസ് ചെയ്യണം. ചാനൽ ഇതുവരെയും സബ്സ്ക്രൈബ് ചെയ്യാത്തവർ സബ്സ്ക്രൈബ് ചെയ്യുമല്ലോ.
വ്യത്യസ്തമായൊരു ക്ലാസ്സുമായി ആർട്ട് റൂം വീണ്ടും നിങ്ങളുടെ അടുത്തെത്തും.